കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ സന്ധ്യയെങ്കിലും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടും സൗഖ്യത്തോടും കൂടെ ആയിരിക്കുവാൻ വലിയ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ലൈവ് പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയും വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തിരുവചനം ശ്രവിക്കുവാൻ ഒരുങ്ങാം. ഈ രാത്രിയിലെ ദൈവവചന ചിന്തകൾക്കായി കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ഒരു തിരുവചന ഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നവൻ. പ്രിയ ദൈവജനമേ, ക്രിസ്തീയ ജീവിതം ജയത്തിന്റെ യാത്രയാണ്. പലരും ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പലരും നിങ്ങളോട് പറഞ്ഞു കാണാം, ക്രിസ്തീയ ജീവിതം കഷ്ടതയുടേതാണ്, പ്രതിസന്ധിയുടേതാണ്, അത് വളരെ വേദന നിറഞ്ഞ യാത്രയാണ്. അങ്ങനെ വളരെ നെഗറ്റീവ് അർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തെ പലരും പലതിനോട് ഉപമിച്ച് ഈ ലോകത്തിലുള്ള പലതുമായി കമ്പയർ ചെയ്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന പല കമന്റ്സും ഒക്കെ ഇതിനെക്കുറിച്ച് പറയാം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളില്ലെന്നല്ല, പ്രതിസന്ധി വരത്തില്ലെന്നല്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നോർത്ത് നിങ്ങൾ നിരാശയോടിരിക്കണമെന്നല്ല, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ അതൊരു ജയത്തിന്റെ യാത്രയാണ്. ക്രിസ്തീയ ജീവിതം വാസ്തവത്തിൽ പലരെയും കണ്ട് പലരെയും അനുകരിച്ച് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായും നിരാശയും വേദനയും ഒക്കെ വരും. എന്നാൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, യേശുവിനെ മറ്റെല്ലാത്തിനേക്കാൾ വലുതായി കണ്ടുകൊണ്ട് ഇത് മോക്ഷത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നുള്ള തിരിച്ചറിവിലാണ് നാം ക്രിസ്തീയ ജീവിതം നയിക്കുന്നതെങ്കിൽ നിശ്ചയമായും ഇതൊരു ജയത്തിന്റെയും അനുഗ്രഹത്തിന്റെ യാത്രയാണ്. നമുക്ക് ആ വചനം ആഴമായി ഒന്ന് പരിശോധിക്കാം. അവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നവൻ. ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സാധാരണഗതിയിൽ ജയം എന്ന മലയാള വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ വിക്ടറി എന്നാണ് വരേണ്ടത്. പക്ഷേ അവിടെ കാണുന്നത് വിക്ടറി എന്ന പദമല്ല, ട്രയംഫ്. എന്താണ് വിക്ടറിയും ട്രയംഫും തമ്മിലുള്ള വ്യത്യാസം? വിക്ടറി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജയം. ഒരു മത്സരത്തിൽ, ഏതെങ്കിലും ഒരു കായിക മത്സരമോ ആർട്സ് കോമ്പറ്റീഷനോ ഒക്കെ പങ്കെടുത്ത് ലഭിക്കുന്ന ഒരു ജയത്തെയാണ് വിക്ടറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് എപ്പോഴും ലഭിക്കത്തില്ല, വല്ലപ്പോഴും എന്തെങ്കിലും പ്രത്യേക പ്രോഗ്രാമുകളിലോ ഒക്കെ പങ്കെടുക്കുമ്പോൾ മാത്രം ലഭിക്കില്ല. എന്നാൽ ട്രയംഫ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ജയമല്ല, നിരന്തരമായ ജയമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ജയത്തിന്റെ യാത്രയല്ല, മറിച്ച് നിരന്തരമായൊരു ജയം. 24 മണിക്കൂറും 365 ദിവസവും ദൈവം ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ നൽകുന്ന ആയുഷ്കാലം മുഴുവൻ ജയത്തിന്റെ യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പല ആളുകളും പറയാറുണ്ട്, ഈ സഭകളിലും മറ്റ് മീറ്റിങ്ങുകളിലൊക്കെ സാക്ഷ്യത്തിന്റെ രൂപത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതം ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞങ്ങള് ചില ദിവസങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരുന്നു, ഒരു പ്രോമിസ് ഞങ്ങൾ ഹോൾഡ് ചെയ്തു, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു, ദൈവം ആ വിഷയത്തിന് മറുപടി നൽകി.
വളരെ സന്തോഷത്തോടെ അവർ സാക്ഷ്യം പറയും. ദൈവം തന്ന ജയത്തിൽ അവർ വല്ലാതെ സന്തോഷിക്കും. എന്നാൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ കണ്ട കാഴ്ചയാണ്. ചില ദിവസങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ചില ആഴ്ചകൾ പിന്നിടുമ്പോൾ, ആ നേടിയ ജയമെല്ലാം മറന്ന്, ആ സന്തോഷമെല്ലാം മറന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയാതെ പിന്നെയും നിരാശയിലേക്ക് പോകുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരം നമുക്ക് നേടുവാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജയം അല്ല ക്രിസ്തീയ ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരു നിരന്തരമായ ജയത്തിന്റെ യാത്രയാണ്. സമ്പത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ലോക്ക്ഡൗൺ ആണെങ്കിലും, വീട്ടിൽ അടങ്ങിയിരിക്കുകയാണെങ്കിലും, വരുമാന വഴികളെല്ലാം അടഞ്ഞ് വല്ലാതെ ബ്ലോക്കായിരിക്കുന്ന അവസ്ഥയിലും എല്ലാം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് ജയത്തിന്റെ യാത്ര തന്നെയാണ്. അപ്പോസ്തലന്മാരത് ഈ ഭാഗങ്ങളൊക്കെ പരാമർശിക്കുന്നത് അവര് സുഖശീതുളമയിൽ കിടന്നുകൊണ്ടല്ല. വലിയ പ്രതിസന്ധികൾ അനുദിനം ശരീരത്തിലും മനസ്സിലും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ ആ വെല്ലുവിളികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അവർ സധൈര്യം പ്രസ്താവിക്കുന്നു, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നവൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം യേശുവിനെ കണ്ടുമുട്ടി യേശുവിന്റെ മക്കളായി മാറി. വാസ്തവത്തിൽ ഒരു ദൈവവൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യഭവനത്തിലേക്ക് നാം ചേർക്കപ്പെടും. അതിനുവേണ്ടി കാത്തിരിക്കുക. എന്നാൽ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്, ഈ ലോകത്തിൽ നിങ്ങൾ ദുഃഖവും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ എത്ര അനുഭവിച്ചാൽ നിങ്ങൾ അതൊക്കെ അങ്ങ് സഹിച്ചോണം, നിങ്ങൾക്ക് വേണ്ടി ഒരു നിത്യരാജ്യം. എന്നാൽ വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ നമ്മളെ കടത്തി വിട്ടിട്ട് ഒരു നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയൊന്നുമല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. തന്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി രാജ്യവും പുരോഹിതന്മാരുമാക്കി, ദൈവത്തിന്റെ മക്കളും പ്രിയ മക്കളുമാക്കി, ക്രിസ്തുവിനുള്ള സകലത്തിന് നമ്മളെ അവകാശികളാക്കി ദൈവം ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ നിത്യത ഉറപ്പായി നമുക്കുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. അപ്പോൾ തന്നെ ഈ ലോകത്തിലും നമുക്ക് ജയകരമായൊരു ജീവിതമുണ്ട്. ജയകരമായൊരു ജീവിതം സന്തോഷത്തോടെ ഭൂമിയിൽ കർത്താവിനോട് ഒത്ത് ആഘോഷമായി ആനന്ദത്തോടെ ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലർക്കും ഈ തിരിച്ചറിവിലേക്ക് വരുവാൻ കഴിയാതെ പിശാച് നിങ്ങളുടെ കണ്ണുകളെ അടച്ചു കളയും. ഏതൊരു പ്രതികൂലം വരുമ്പോഴും കഷ്ടത വരുമ്പോഴും ഇതൊക്കെ ദൈവം അനുവദിച്ച്, ഇതൊക്കെ നമ്മൾ സഹിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് പലതിനെയും അതിന്റെ ഉദ്ദേശം പോലും തിരിച്ചറിയാതെ എല്ലാത്തെയും ഒരു പ്രത്യേക വീക്ഷണത്തിലൂടെ കാണുന്നവരാണ് പല ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നത്. ഈ രാത്രി വളരെ സ്നേഹത്തോടും വളരെ താഴ്മയോടും പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ക്രിസ്തീയ ജീവിതത്തിനകത്ത് വലിയൊരു സന്തോഷമുണ്ട്, അതിനകത്ത് വലിയൊരു ആനന്ദമുണ്ട്. ഈ ലോകത്തിൽ നിങ്ങളെ ദരിദ്രരാക്കി, രോഗികളാക്കി, കഷ്ടപ്പെടുത്തി ഒരു സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നല്ല കർത്താവിന്റെ ആഗ്രഹം. ഈ ലോകത്തിൽ രോഗം വരാം, കഷ്ടങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസിക ഭാരങ്ങളും ഒക്കെ വരാം. എന്നാൽ അതിനെ എന്നും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാനല്ല, അതിലേക്ക് കുടഞ്ഞു കളഞ്ഞ്, ചിലതിനെ വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിഞ്ഞ് ധൈര്യത്തോടെ ജഗത്തിന്റെ പടവുകൾ കയറുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിശ്ചയമായും ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരു ജയകരമാകുന്ന ജീവിതമുണ്ട്. അതിനർത്ഥം നിങ്ങൾ വലിയ കോടീശ്വരന്മാരാകുമെന്നോ വലിയ സമ്പത്തിനുടമകളാകുമെന്നോ ഒന്നുമല്ല, മറിച്ച് ജയത്തോടെ
നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും വേദനിച്ചൊന്നിരിക്കാനല്ല, എപ്പോഴും സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന, ഉല്ലസിക്കുന്ന ഒരനുഭവത്തിൽ നിങ്ങളാകണമെന്നത് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചും ആഗ്രഹിക്കുന്നു. വലിയ പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന അപ്പോസ്തലന്മാരാ പറയുന്നത്, ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തും. അവർക്ക് എപ്പോഴും കല്ലേറ് കൊള്ളുമ്പോൾ, ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ, കൊടിയ പീഡനത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളെ ജയോത്സവമായി കർത്താവ് നടത്തുക. കാരണം ഇതെല്ലാം ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, മനസ്സിനെ ഒന്നും ബാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ പോലും പലരുടെയും മനസ്സിനെയാണത് പിടിച്ചുലയ്ക്കുന്നത്. മാനസികമായി തളരുന്നു, നിരാശയുടെ വാക്കുകൾ പറയുന്നു, ഒന്നും ചെയ്യാൻ ഒരു ഉത്സാഹമില്ലായ്മ, എല്ലാ ഊർജവും നഷ്ടപ്പെട്ട് ഇനി എന്തിനാ ജീവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിതം തള്ളി നീക്കാം, ഇങ്ങനെയൊക്കെയുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ പലപ്പോഴും ചെന്നെത്താറുണ്ട്. എന്നാൽ അപ്പോസ്തലന്മാർ നേരെ മറിച്ചായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളൊക്കെ പഠിക്കുമ്പോൾ പൗലോസിനെയൊക്കെ കല്ലെറിഞ്ഞ് അവശനാക്കി. ഈ കല്ലെറിയുന്നത് കൊല്ലാനാ. എപ്പോഴാണ് ഈ ഏറ് നിർത്തുന്നത് ചോദിച്ചാൽ, കല്ല് തീരുമ്പോഴല്ല, ആരെയാണോ എറിഞ്ഞത് ആ വ്യക്തി മരിച്ചു എന്ന് മരണം സ്ഥിരീകരിക്കുമ്പോഴാണ് അവർ ഏറ് നിർത്തുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൗലോസിനെ അവർ വട്ടം കൂടി എറിഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പാക്കി അവർ തിരികെ ഭവനങ്ങളിലേക്ക് വിരിഞ്ഞുപോയി. ഉടനെ അപ്പോസ്തലൻ എഴുന്നേറ്റിട്ട് പറയുക, നാളെ ഞാൻ ദർബയ്ക്ക് പോകും, ആരെങ്കിലും ഉണ്ടോ കൂടെ വരുന്നത്? ആരെ കൊണ്ട് സാധിക്കും? ആരെ കൊണ്ട് സാധിക്കും? ഞാനോ നിങ്ങളോ വല്ലോ ആയിരുന്നെങ്കിലോ മാസങ്ങളോളം വർഷങ്ങളോളം പലരുടെയും സഹതാപം പിടിച്ചു പറ്റുവാൻ അല്ലെങ്കിൽ വലിയ വാർത്തയാക്കുവാനുള്ള നല്ലൊരു കാരണമാണ്. അതിന്റെ പേരിൽ നമ്മൾ പിന്നെ അനങ്ങാതിരിക്കും. എന്നാൽ ഈ ഏറുകൊണ്ട് ശരീരം ചതയുമ്പോഴും മുറിവുണ്ടാകുമ്പോഴും അതൊന്നും തന്നെ മനസ്സിനെ ബാധിക്കുന്നില്ല. അപ്പോഴും ഹൃദയത്തിനകത്ത് വലിയ ജയം താൻ അനുഭവിക്കുകയാണ്. ഈ രാത്രി പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാത്ത പലതും ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും സംഭവിക്കാം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പലതും ഇനിയും സംഭവിക്കും. നമ്മൾ അതിനെല്ലാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. പക്ഷെ അതിന്റെ എല്ലാം നടുവിൽ ഇന്ന് രാത്രി വിശ്വസിച്ചോളണം, കർത്താവിന്റെ ജയോത്സവമായി നടത്തും. നിരാശയുടെ വാക്ക് പറഞ്ഞ് പരിതപിച്ചിരിക്കാനല്ല, ജയത്തിന്റെ ഭേരി മുഴക്കുവാൻ 24 മണിക്കൂർ. സമ്പത്ത് വരുന്ന സമയങ്ങളിലല്ല, ആയുസ്സും ആരോഗ്യം വരുന്ന സമയങ്ങളിലല്ല, എപ്പോഴും 24 മണിക്കൂറും ഏത് സങ്കടത്തിന്റെ വേളയിലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ജയത്തിന്റെ ഭേരി മുഴക്കുവാൻ കർത്താവ് നിങ്ങളുടെ അധരങ്ങളെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്യുകയാണ്. അപ്പോസ്തലന്മാർ പറയുക, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തും. ആമേൻ. അങ്ങനെ നടത്തുക മാത്രമല്ല, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 15-ാമത്തെ വാക്യത്തില് ഒന്ന് വായിച്ച 15-ാമത്തെ വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. കണ്ടോ, വലിയ കൊടിയ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ വേദനകൾ അനുഭവിക്കുമ്പോൾ, ആമേൻ, അവര് പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന് ദൈവത്തിന്റെ സൗരഭ്യവാസനയാണ്. ആമേൻ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് അയ്യോ കഷ്ടമാണേ, ഞെരുക്കമാണേ, പീഡയാണേ എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്ക് എന്നും ഉരുവിട്ട് ഒതുങ്ങിയിരിക്കാനല്ല, ജയത്തിന്റെ പേര് മുഴക്കി ക്രിസ്തുവിന്റെ സൗരഭ്യത്തിൻ വാസന
മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുവാനാണ് പ്രിയമുള്ളവരെ കർത്താവ് നമ്മളെ വിളിച്ചത്. എന്താ ഈ സൗരഭ്യവാസത്തിന്റെ പ്രത്യേകത? ഇംഗ്ലീഷ് ബൈബിളിലെ ആ പദം ഫ്രാഗ്രൻസ് എന്ന പദമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഞാനോ നിങ്ങളോ ഏതെങ്കിലും നല്ലൊരു പെർഫ്യൂമോ അത്തറോ ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു കൂട്ടത്തിനിടയിൽ ചെന്നാൽ പെട്ടെന്ന് നമ്മുടെ സുഹൃത്ത് വലത്തിനിടയിലാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഏതോ നല്ല ഒരു പെർഫ്യൂം അടിച്ചോണ്ട് അവർ വന്ന് ചോദിക്കും, ഏതാ ബ്രാൻഡ്? നല്ല അവർക്ക് സ്മെല് ചെയ്യാൻ കഴിയും. മറ്റു പ്രശ്നങ്ങളൊന്നും മൂക്കിലൊന്നും ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈസിയായി സ്മെല് ചെയ്യാൻ കഴിയും. നമ്മൾ എന്തോ ഒരു പെർഫ്യൂം നമ്മുടെ ശരീരത്തിൽ ഉപയോഗിച്ചു. ഇതുപോലെ തന്നെയാണ് ക്രിസ്തു യേശുവിനെ വഹിക്കുന്ന ഒരു വ്യക്തി ഏത് ജീവിത സാഹചര്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവനെ മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ കഴിയും, അവനെ സ്മെല് ചെയ്യാൻ കഴിയും. അത് ചെന്നിട്ട് വിസിറ്റിംഗ് കാർഡ് കാണിക്കുകയോ ഞാൻ സോ ആൻഡ് സോ ഇന്നയാളാണെന്നൊന്നും സെൽഫ് ഇൻട്രഡക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പെരുമാറ്റത്തിലൂടെ, സംസാരങ്ങളിലൂടെ, നമ്മുടെ ഇടപെടലുകളിലൂടെ മറ്റുള്ളവർക്ക് വെളിവാകും ഇവന്റെ അകത്ത് ഒരു ജീവന്റെ വാസനയുണ്ട്. ഇവന്റെ വാക്കിലൂടെ, പെരുമാറ്റത്തിലൂടെ, നോട്ടത്തിലൂടെ, പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെട്ടു വരികയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ജയകരമാകുന്ന, നിരന്തരം ജയം അനുഭവിക്കുന്ന ഒരു യാത്രയിൽ അനേകർക്ക് ജീവൻ പകരാൻ, അനേകർക്ക് ആശ്വാസമായി തീരാൻ കർത്താവ് ഈ തലമുറയിൽ എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ വലിയൊരു ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട നാം പലപ്പോഴും നമ്മളിലേക്ക് ചുരുങ്ങി, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മൾ കണ്ണോടിച്ച്, അയ്യോ എനിക്ക് എന്തുകൊണ്ട് ഇത് ഭവിച്ചു, എന്റെ ഭവനത്തിന് എന്താ, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ, ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ നാം ദൈവത്തിന്റെ പദ്ധതി ഒരുപാട് അകലം വിട്ടു പോവുകയാണ്. അകൽ പ്രിയമുള്ളവരെ, ദിവസങ്ങളിൽ നമ്മളുടെ ഒരു ജീവന്റെ വാസന വെളിപ്പെടണം. അത് അനേകർക്ക് ഒരു സൗരഭ്യമായി അനുഭവിക്കുവാൻ ഇടയാകട്ടെ. അതിന് നമ്മുടെ അകത്ത് ഉത്തമ ബോധ്യം ഉണ്ടാകണം. ഞാൻ വലിയൊരു യാത്രയില്ല. ഈ ലോകത്തിലെ വിരലിലെണ്ണാവുന്ന നാളുകൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല, അല്ലെങ്കിൽ ഏതോ ചെറിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയല്ല എന്റെ ദൈവം എന്നെ കണ്ടിരിക്കുന്നത്. മറിച്ച് യുഗങ്ങളോളം നീളുന്ന ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാണ് എന്റെ കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യത്തിൽ നാം നടന്നു തുടങ്ങുമ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം അനേകരിലേക്ക് നമ്മളോട് പരക്കുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എല്ലാ വഴികളും അടഞ്ഞ് അടുത്ത ചൂട് എന്ത് ചെയ്യണം എന്നറിയാതെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെടുമ്പോഴും സദൈര്യം വിളിച്ചു പറയാൻ കഴിയണം, ഞങ്ങൾ ജയോത്സവമായി നടത്തുന്ന കർത്താവുണ്ട്. ആ ദൈവം എന്നോട് കൂടെ ഉള്ളതാണ് എന്റെ ഉറപ്പ്. ആ യേശുവിന്റെ മഹത്വമേറിയ സാന്നിധ്യം എന്റെ ഉള്ളിൽ വസിക്കുന്നതാണ് ഈ ജയത്തിന്റെ കാരണം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. പ്രിയമുള്ളവരെ, നമ്മളിലൂടെയുള്ള ജീവന്റെ വാസന അനേകർക്ക് ജീവനായി തീരണം. നമ്മള് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം പഠിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നു, ദൈവത്തിന്റെ ആത്മാവ് യെഹെസ്കേലിനെ താഴ്വരയിൽ കൂടെ കൊണ്ടുപോയി ചുറ്റി നടക്കുമാറാക്കി. ചോദിച്ചു, മനുഷ്യപുത്ര എന്തു കാണുന്നു? യെഹെസ്കേലിന് മറുപടി, അസ്ഥിക്കൂമ്പാരങ്ങൾ, ഒന്നൊന്നിനോട് ചേരാൻ കഴിയാതെ വണ്ണം ബന്ധം വേർപെട്ട് ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു വലിയ അസ്ഥിക്കൂമ്പാരം യെഹെസ്കേൽ കണ്ടു. യെഹെസ്കേലിന് മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ദൈവത്തിന് ആത്മ പറഞ്ഞു, നീ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറഞ്ഞു. നടക്കുന്ന കാര്യമാണോ?
നമ്മളോട് വല്ലോ അങ്ങനെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? അയ്യോ, ഇത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണോ? എനിക്ക് തോന്നിയതായിരിക്കും. ആ തോന്നലേ നമ്മളെ ഒരുപക്ഷെ ശാസിക്കും. യഹസ്കേലിന് വേണമെങ്കിൽ ദൈവാത്മാവിന്റെ സ്വരം അനുസരിക്കാം. പൊട്ടനെ പോലെ ഭോഷനെ പോലെ ആ അസ്ഥി കൂമ്പാരത്തെ നോക്കി ദൈവാത്മാവ് പറയുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ, ഇതിനെ ഒരു കുട്ടയിൽ കോരി എവിടെയെങ്കിലും കൊണ്ട് കളയാം. പക്ഷെ യഹസ്കേൽ എന്ത് ചെയ്തു? പ്രവചിക്കാൻ തുടങ്ങി. ആരോടാ പ്രവചിക്കുന്നേ? ഒരു മനുഷ്യ കോലം പോലും അവിടെ ഇല്ല. ഒരു മനുഷ്യ രൂപമുണ്ടെങ്കിൽ, വിശ്വസിച്ചില്ലെങ്കിലും ഏറ്റെടുത്തില്ലെങ്കിലും തിരസ്കരിച്ചാൽ നമുക്ക് പ്രവചിക്കാം. ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾ കേൾക്കുന്നു. വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. അദ്ദേഹം കേൾക്കുന്നുണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിൽ പ്രവചിക്കാം. പക്ഷെ ഇവിടെ ഒരു മനുഷ്യന്റെ മണമാണ്. ബന്ധം വേർപെട്ട് കിടക്കുന്ന അസ്ഥി കൂമ്പാരം, അതിനെ നോക്കിയാ പ്രവചിക്കുന്നത്. പക്ഷെ ആ ജീവന്റെ വാസന അഭിഷിക്തന്റെ അതിരത്തിലൂടെ വെളിപ്പെട്ടു തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? അസ്ഥി അസ്ഥിയോട് ചേർന്നു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ദൈവാത്മാവിന്റെ സ്വരം അനുസരിച്ച് ജീവന്റെ വാസന നിങ്ങളുടെ വെളിപ്പെട്ടു തുടങ്ങുമ്പോൾ ബന്ധം വേർപെട്ട് കിടക്കുന്നത് ഒരിക്കലും ഇനി ചേരത്തില്ലെന്ന് ലോകം വിധി എഴുതിയത് ചേരാൻ പോവുകയാണ്. ഈ ലോക്ക്ഡൌണിന്റെ പീരീഡിൽ, ഈ വല്ലാത്ത പ്രതിസന്ധി കാലഘട്ടത്തിൽ ചിലതിനെ നോക്കി പ്രവചിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അയ്യോ, ഇനിയൊരു ശുഭഭാവി ഉണ്ടാകുമോ? ഇനിയൊരു നല്ല നാളുണ്ടാകുമോ? സാമ്പത്തിക രംഗം ഇനി എന്ന് ക്ലിയർ ആകാനാ? അനേകരുടെ ജോലി നഷ്ടപ്പെടുന്നു, വിദ്യാഭ്യാസത്തിന് വലിയ ഉലച്ചിലുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ ഇനി എന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന് വിദഗ്ധന്മാർ ഇവിടെ കാര്യകാരണ സഹിതം നിരത്തി അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭോഷനെ പോലെ അസ്ഥിയെ നോക്കി പ്രവചിക്കാൻ ആ ദൈവമനുഷ്യൻ ഒരു ധൈര്യം കാണിച്ചു. അതുപോലെ ഇന്ന് രാത്രി ചിലതിനെ നോക്കി പ്രവചിക്കാൻ തയ്യാറാക്കി. യെസ്, നിങ്ങൾ പറയും, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ആ പറഞ്ഞ വാക്കുകൾ വൃഥാവായില്ല. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു, മാംസം വന്നു, ഞരമ്പുകൾ വന്നു, ത്വക്ക് വന്നു മൂടി. അത് ഏറ്റവും വലിയൊരു സൈന്യമായി എഴുന്നേറ്റു. രാത്രി പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും അതരത്തിലൂടെ ദൈവിക ജീവന്റെ വാസന വെളിപ്പെട്ടു തുടങ്ങുമ്പോൾ അസ്ഥി കൂമ്പാരമായി കിടക്കുന്ന, ഇനി ഒരിക്കലും ഉയർപ്പില്ലെന്ന് പറഞ്ഞ് ആമേൻ ലോകം വിധി എഴുതിയത്, നമ്മൾ തന്നെ മനസ്സുകൊണ്ട് മടുത്ത് ആമേൻ ഉപേക്ഷിച്ചു കളഞ്ഞത്, ആമേൻ ചിലതിനെ ചവറ്റുകൊട്ടയിലേക്ക് നാം ചില പ്രോജക്റ്റുകളെ, ചില സ്വപ്നങ്ങളെ, ചില പദ്ധതികളെ നാം വലിച്ചെറിഞ്ഞു കാണും. പക്ഷേ അത് ജീവൻ പ്രാപിക്കാൻ ഈ ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ, ഒരു സാധ്യതയും കാണാത്ത സാഹചര്യത്തിൽ ചില സൈന്യങ്ങൾ പുറത്തു വരും. രാത്രി വിശ്വസിക്കാം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങുക. നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നിങ്ങൾ കുഴിച്ചു മൂടിയ സ്വപ്നങ്ങളുണ്ട്. നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയതുണ്ട്. സാധ്യതയെല്ലാം മങ്ങിപ്പോയി. ആമേൻ, ഇനി യാതൊരു ഹോപ്പും അവശേഷിക്കുന്നില്ല. ആമേൻ, ബന്ധം അറ്റുപോയി, ഇനി കൂടിച്ചേരാൻ സാധ്യതയില്ല. ലോകത്തിലെ എത്ര വിദഗ്ധമായ ശസ്ത്രക്രിയ നടത്തിയാലും ചേരാൻ കഴിയാതെ വണ്ണം ചിതറിക്കിടക്കുന്ന അസ്ഥി കൂമ്പാരങ്ങൾ അഭിഷിക്തൻ അതരം തുറന്ന് കൽപ്പിച്ചപ്പോൾ, പ്രവചിച്ചപ്പോൾ അത് ഏറ്റവും വലിയ സൈന്യമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഒരു സൈന്യം വെളിയിൽ വരട്ടെ. നിങ്ങളുടെ ഒരു സൈന്യം പുറത്തു വരട്ടെ. അങ്ങനെയുള്ള വലിയ ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയാണ് ഈ തലമുറയിൽ കർത്താവ് എന്നെയും നിങ്ങളെ കണ്ടിരിക്കുന്നത്. അയ്യോ, ക്രിസ്തീയ ജീവിതം എങ്ങനെയെങ്കിലും കർത്താവ് തരുന്ന ആയുസ് ഇങ്ങനെ തള്ളി നീക്കി ഒരു പരുവത്തിൽ മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞ് എങ്ങനെയൊരു ആലസ്യത്തിൽ ഉഴപ്പിത്തല്ലി കൊണ്ടുപോകാനുള്ളതല്ല പ്രിയരെ. ജയത്തിന്റെ പേര് മുഴക്കി ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ സ്വരം കേട്ട്
ചുരത്തിന് നോക്കി ധൈര്യത്തോടെ വിളിച്ചു പറ, ചില സൈന്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങൾ സാധാരണക്കാരല്ലെന്ന്, നിങ്ങളുടെ നാവിൽ അസാധാരണമായ അധികാരം പരിശുദ്ധാത്മ പകർന്നിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്നത്, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ പോകുമ്പോൾ അവർ പറയുക, ജയോത്സവമായി നടത്തുന്ന 16-ാമത്തെ വാക്യം ഇവിടെ വായിച്ചേ. 16-ാമത്തെ വാക്യം, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസന തന്നെ. ഇന്ന് രാത്രി നമുക്ക് തിരഞ്ഞെടുക്കാം. വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ മരണം പറഞ്ഞ്, നെഗറ്റീവ് പറഞ്ഞ്, നമുക്ക് സകലത്തെയും കണ്ടതിനെയും തൊട്ടതിനെയും പിടിച്ചതിനെയും എല്ലാം കുറ്റം പറഞ്ഞ് വിമർശിച്ച് പരിഹസിച്ച് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാം. ഒരു ഗുണം ഉണ്ടാകത്തില്ല. എന്നാൽ ധൈര്യത്തിന്റെ വാക്ക് പറഞ്ഞ്, ജീവന്റെ ജയത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അനേകം ജീവൻ പകരുന്നവരായി, ജീവന്റെ വാസന വെളിപ്പെടുത്തി ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാം. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് രാത്രി പ്രിയമുള്ളവരെ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആമേൻ. നമ്മൾ എങ്ങനെയാണോ ഇതിനെ കാണുന്നത്, നമ്മുടെ വീക്ഷണത്തിനനുസരിച്ചാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത്. ഇത് കഷ്ടപ്പാടാണ്, ഇത് ദുരിതമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും. അല്ല, ഇത് യേശുവിനോടൊത്തുള്ള ഒരു വാഴ്ചയാണ്. യേശുവിനോട് കൂടെ ഈ ലോകത്തിൽ അവന്റെ പ്രതിപുരുഷനായി അവനെ വെളിപ്പെടുത്തുവാനാണ് എന്റെ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ തിരിച്ചറിവിലും ആ ബോധ്യത്തിലും നമ്മൾ നടന്നു നടക്കുമ്പോൾ ജയത്തിന്റെ ഉത്സവമായി മാറും. എപ്പോഴും എപ്പോഴും ആമേൻ. ആ സന്തോഷം, ആ അനുഭവം നമുക്ക് ആഘോഷിക്കുവാനിടയായിത്തീരും. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ധൈര്യപ്പെട. നിരാശയുടെ ചിന്തകളെ ഇന്ന് രാത്രി വലിച്ചെറി. സാധാരണമായ ഒരു അധികാരത്തോടെ, ഒരു അഭിഷേകത്തോടെ ഈ തലമുറയിൽ കർത്താവിനെ അനേകർക്ക് പ്രസന്റ് ചെയ്യുന്നവരായി, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിന്റെ സൗരഭ്യം അനേകർക്ക് പരത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് രാത്രി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ച്, ഇന്ന് രാത്രി കർത്താവിന് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രാത്രി പ്രാർത്ഥിക്കും. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി രാജ്യവും പുരോഹിതനുമാക്കി, സ്വർഗീയ പൗരന്മാരാക്കി, ഈ ലോകത്തിൽ ഞങ്ങളെ വലിയ പദ്ധതിക്ക് വേണ്ടി അങ്ങ് ആക്കി വെച്ചിരിക്കുകയാണ്. പലപ്പോഴും അങ്ങയുടെ ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഞങ്ങളുടെ ദൗത്യം മറന്ന് അങ്ങയുടെ നാമത്തിന് പോലും അപമാനം വരുത്തുന്ന പല പ്രവൃത്തികളും, പല മനോഭാവങ്ങളും ഞങ്ങൾ ഉണ്ടാകും. കർത്താവേ, ഞങ്ങളുടെ അകക്കണ്ണുകളെ തുറക്കണമേ. ഞങ്ങൾ ആരെന്നുള്ള തിരിച്ചറിവിൽ ഈ യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജയത്തോടെ നടക്കുവാൻ അങ്ങ് സഹായിക്കണം. ഈ രാത്രി വചനം കേൾക്കുന്ന സകലരുടെ മേലും അവിടുത്തെ അത്ഭുതകരമാകുന്ന കൃപ വെളിപ്പെടട്ടെ. വലിയ സന്തോഷം, ആത്മീകാനന്ദം അനുഭവിക്കാൻ, ജയത്തിന്റെ പേര് മുഴക്കുവാൻ അവിടുത്തെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മനം തകർന്നിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ദൈവിക ആശ്വാസം കൈക്കൊള്ളട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ, ക്ലേശങ്ങൾ മാറട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം ഓരോ വ്യക്തികളെ തൊടട്ടെ. അത്ഭുത വാർത്തകൾ അങ്ങ് കൽപ്പിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.